ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ ലൈഫിലെ ഒരു സിമ്പിൾ ഡേ കാണിച്ചു തരാം. ഇതൊരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. ഇന്ന് ഞാൻ 6 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു. കാരണം കുറച്ചധികം ടാസ്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോട്ട്. മനുഷ്യരല്ലേ പുള്ളേ. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറച്ചധികം റെസ്റ്റ് വേണ്ടി വരും. രാവിലെ എഴുന്നേറ്റിൽ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എല്ലാ ജനലും തുറന്നിടുക എന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ വീശുന്ന കാറ്റിന് ഈ ലൊക്കാലിറ്റിയിലെ എല്ലാ പൊടിയും എൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. ക്ലീനിങ്ങിന് കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും സാരമില്ല. എനിക്ക് നല്ല സൺലൈറ്റ് വേണം. എങ്കിൽ മാത്രമേ ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുള്ളൂ. ഇതൊരു 1 BHK ഫ്ലാറ്റ് ആണ്. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഇതാണ് എന്റെ സ്വർഗം. ഇവിടെ വന്നിട്ട് 10 മാസമായെങ്കിലും ഇന്നലെ വന്ന പോലെ തോന്നുക കേട്ടോ. എത്ര പെട്ടെന്ന് സമയം കടന്നു പോകുന്നത്. ഇന്ന് കുറച്ച് അധികം പ്ലാനുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൗസ് ഹോൾഡ് വർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. 10 മണിയാകുമ്പോഴേക്കും എനിക്ക് ലോഗിൻ ചെയ്യണം. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈവനിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂവിക്ക് പോകണം. ഇത്രയും പ്ലാനുകൾ ഇന്നുണ്ട്. ഹൗസ് ഹോൾഡ് ചോർസ് ഒക്കെ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ തീർത്തു കഴിഞ്ഞാൽ എനിക്ക് കൊള്ളാം. കാരണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നിവർന്ന് നിൽക്കാനുള്ള സമയം പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമാണ് കേട്ടോ. ലഞ്ചിന് ചോറ്, ദഹി തടുക്ക, പ്രോൺസ് ഫ്രൈ, ബ്രിഞ്ചാൾ ഫ്രൈ. ഇതാണ് ഇന്നത്തെ മെനു. ദഹി തടുക്ക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം മോരേറിയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇറ്റ്സ് ദഹി തടുക്ക. പ്രോൺസും ബ്രിഞ്ചാളും ഒക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് രാവിലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അതാകുമ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇതെന്തോ സുഖമുള്ള ഏർപ്പാടാണെന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഒരു വർക്കിംഗ് വുമൻ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ അവർ അവരുടെ ഹൗസ് വൈഫ് എന്ന പദവിയെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കരുണയില്ലെങ്കിൽ പോലും ഒരു കാരണവശാലും നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസങ്ങളിൽ പൊതുവേ ഞാൻ 10 മണിക്ക് ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വീട്ടിലെ ഒരുവിധം എല്ലാ പണിയും ചെയ്തു തീർക്കാൻ നോക്കും. അതേപോലെ വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസങ്ങളിൽ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. എപ്പോഴും സെൽഫ് കെയറിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണമെന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ നടക്കാറില്ല. ടു ബി ഓണസ്റ്റ്, എന്നെ കൊണ്ട് തീരെ പറ്റാത്തൊരു കാര്യമാണത്. ഇന്ന് ലോഗൌട്ട് ചെയ്യുമ്പോഴേക്കും 6:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂവി പ്ലാൻ ചെയ്തിരിക്കുന്നത് 7:20 ഷോ ആണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് റഷ് ചെയ്ത് പോവായിരുന്നു. എന്റെ ഫ്ലാറ്റിന് അടുത്ത് തന്നെയുള്ള എലമെന്റ്സ് മോളിലാണ് നമ്മൾ മൂവിക്ക് പോകുന്നത്. DC മൂവി കാണാനായിരുന്നു ഞങ്ങൾ പോയത്. ഇത് എന്റെ സജഷൻ ആയിരുന്നു. മൂവിക്ക് ശേഷം ഇവിടുന്ന് തന്നെ ഡിന്നർ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിൽ തന്നെയാണ് ഞങ്ങളിവിടെ വന്നത്. സോ KFCന്ന് പിന്നെ ഡിന്നർ ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു പീസ്ഫുൾ ലൈഫ് ഞാൻ ലീഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.